എൻ്റെ പേര് സിജു എന്നാണ്. ഇത് എൻ്റെ വൈഫ് സിജിത. ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറിംഗ് ഫീൽഡാണ്, എൻജിനീയേഴ്സാണ്. നമ്മുടെ ഒരു ഇൻറ്റീരിയർ തീമിലേക്ക് നമ്മളിത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തീം നമ്മുടെ മനസ്സിൽ വന്നത് ജപ്പാൻ ടീ എന്നൊരു തീമാണ്. അപ്പം ഞാൻ ആ ഒരു തീം നമ്മുടെ ലെമൺ എന്ന ഇൻറ്റീരിയർ കമ്പനിയോട് നമ്മൾ സജസ്റ്റ് ചെയ്തപ്പം അവർക്കത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും അവരുടെ ഡിസൈൻ ഒരു ബെഡ്റൂം നമ്മൾ പറഞ്ഞ തീമിൽ എനിക്കൊരു ഡിസൈൻ കാണിച്ച് അവർ തന്നു. ആ ഒരു ഡിസൈനിൽ നിന്നാണ് എനിക്ക് ആ ഒരു തീം ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ ഈ ഒരു ഓവറോൾ ഈ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് തീമിലേക്ക് നമ്മൾ ഈ ജപ്പാൻ ടീ എന്ന് പറഞ്ഞ ആ ഒരു ഡിസൈനിലേക്ക് നമ്മൾ എത്തിയത്. അപ്പം ഞങ്ങൾ റെക്സ് എന്ന് പറഞ്ഞ ആളാണ് കോൺടാക്ട് ചെയ്തത്. റെക്സ് വളരെ എക്സ്പീരിയൻസ്ഡും നോളജബിൾ പേഴ്സണാണ്. നമ്മൾ എന്താണോ നമ്മൾ മനസ്സിൽ നിന്നൊരു കാര്യം പറയുന്നത് പുള്ളി അത് ഫർദർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിനുള്ള ഐഡിയ തരുമായിരുന്നു. നമ്മൾ ആദ്യമേ 3D ചെയ്ത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ചതിലും നല്ല രീതിയിൽ ആ ഡിസൈൻ നമ്മുടെ എല്ലാ റൂംസും കോമൺ ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫുൾ ആർക്കിടെക്ചറൽ ഡിസൈനിന് മേളോട്ടൊരു ഇൻറ്റീരിയർ ഡിസൈൻ ലിവബിലിറ്റിയിലേക്ക് ആ ഡിസൈൻ എത്തി. ഓൾ ദ സജഷൻസ് കോറിലേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റബിൾ, ഞങ്ങൾ പല ഡിസൈന് മുന്നേ ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് പലരുടെയും. പക്ഷേ എല്ലാ സജഷൻസും കോറിലേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്കും അത് കൂടുതൽ കൺവീനിയൻറ്റും അതുപോലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും എന്ന് ഞങ്ങൾക്കും തോന്നിയത്. വൈഫിൻ്റെ ഒരു വലിയ കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ കുറച്ചൊരു ഓപ്പൺ സ്പേസ് ആയിരിക്കണം, എല്ലാ റൂംസും ഇങ്ങനെ ക്ലോസ് ആവാതെ. ആ ഒരു ഫീല് നമ്മൾ ഈ കളർ സെലക്ഷനിലൊക്കെ നമ്മളെ ലെമണിൻ്റെ ഡിസൈൻ ടീം വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇപ്പം അത് ഡിസൈൻ്റെ ടൈമിലല്ല, നമ്മളിതെല്ലാം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഏറ്റവും നല്ല സ്പോട്ടായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഡൈനിങ് ഫോർമൽ ലിവിങ് കം പാഷ്യോ ആണ്. ഡെഫിനറ്റ്ലി അവരുടെ ഡിസൈൻ ടീമിൻ്റെ ഒരു ബിഗ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓവറോൾ നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അവരുടെ ഡിസൈനിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിൽ അവരുടെ ഒരു ഡിസൈനറുണ്ട് ദേവിക എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരത്തിയാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിലിരുന്ന് ഫുൾ കോർഡിനേഷൻ 3Dയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഇതിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 2 or 3 റിവിഷൻ പോയിട്ടുണ്ട്. ആ റിവിഷനിലെല്ലാം ആ ഡിസൈൻ ടീം നമ്മളോട് ഫുള്ളി കോപ്പറേറ്റീവായിട്ട് നിന്നതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു ഫൈനൽ ഡിസൈൻ ആൻഡ് ഔട്ട്പുട്ടിലേക്ക് വരാൻ സാധിച്ചത്.